കേരള സ്റ്റോറി സഭകളെല്ലാം പ്രദർശിപ്പിക്കുന്നതിനെ ഭാരതീയ ജനതാ പാർട്ടി പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു. സഭകൾ മാത്രമല്ല, കേരളത്തിലെ എല്ലാവരും ഈ സിനിമ കണ്ടിരിക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നമ്മൾ കേരളത്തിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഈ ലവ് ജിഹാദ് എന്നുള്ള ടെർമിനോളജി ഇന്ത്യയിൽ തന്നെ ആദ്യം പറഞ്ഞത് കേരളത്തിലെ ഒരു ബിഷപ്പാണ്. ലവ് ജിഹാദിൻ്റെ ആദ്യത്തെ കേസ് 2008 ഞാൻ ഇന്ന് മത്സരിക്കുന്ന പത്തനംതിട്ടയിലായിരുന്നു. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷേ 2008 ഇന്ന് സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണത്. ഈ പ്രശ്നത്തെ ഇന്ന് ചിലവർ ഒരു ആർട്ടിസ്റ്റിക് എക്സ്പ്രഷനാക്കി ഒരു സിനിമ ഉണ്ടാക്കി അതിനെ ഇന്ന് ഈ വിഷയത്തിനെ ഒരു വലിയൊരു ഭീതിയായി കാണുന്ന ഒരു സമൂഹം അത് മറ്റുള്ളവരിൽ അവയർനെസ് ഉണ്ടാക്കാൻ അത് പ്രദർശിപ്പിക്കുന്നു. ഇത് തടയാൻ ശ്രമിക്കുന്നത് ഇത് CPM-ഉം കോൺഗ്രസും ഇവർ മാറി മാറി മത്സരിച്ച് നടത്തുന്ന പ്രീണനത്തിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ്. പക്ഷേ കേരള ജനത ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെ പോലെ തന്നെ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും ഈ പ്രീണന രാഷ്ട്രീയം അവർ തിരസ്കരിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിലെ 140 കോടി ജനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവന്നൊരു വികസിത രാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലും വികസനം ഇതുവരെ ആരും കാണാത്ത രീതിയിലുള്ള വികസനങ്ങളും അവസരങ്ങളും കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലും ഇപ്രാവശ്യം വളരെ നല്ല പ്രകടനത്തോടെ ഈ തെരഞ്ഞെടുപ്പിൽ 370-ലധികം സീറ്റുകൾ NDAയ്ക്കും BJPക്കും 400-ലധികം സീറ്റുകൾ NDAയ്ക്കും ലഭിക്കുമ്പോൾ നിരവധി സീറ്റുകൾ കേരളത്തിൽ നിന്നും ലഭിച്ച് ഇവിടെ റെക്കോർഡ് പെർഫോമൻസ് കാഴ്ചവെക്കും. മണിപ്പൂർ പശ്ചാത്തലമായ ചിത്രം കൂടി പ്രദർശനത്തിന് വരുന്നുണ്ട്, അതിനെങ്ങനെ കാണും? മണിപ്പൂരിൽ എന്താണ് നടക്കുന്നതെന്നുള്ളത് എല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. ഇന്ന് കേരളത്തിലെ ചിലവർ ഇന്ന് BJPയെ കഴിഞ്ഞ 40 വർഷമായി ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ ഒരു ആൻറ്റി മൈനോറിറ്റി പാർട്ടിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ നോർത്ത് ഈസ്റ്റിൽ ഇതൊക്കെ നടക്കുന്നത് നോർത്ത് ഈസ്റ്റിലാണ്, അല്ലാതെ കേരളത്തിലല്ല. ഈ നോർത്ത് ഈസ്റ്റിലെ 8 സംസ്ഥാനങ്ങളിൽ ഒരുവിധം എല്ലാ സംസ്ഥാനങ്ങളും വലിയൊരു ശതമാനം ക്രിസ്ത്യാനികളുണ്ട്. 4-5 സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യാനികൾ മെജോറിറ്റിയാണ്. പക്ഷേ ഈ 8 സംസ്ഥാനങ്ങളിൽ 7 ഭരിക്കുന്നത് BJP ആണ്. 4 BJP ഒറ്റയ്ക്ക് ഭരിക്കുന്നു. മണിപ്പൂർ, നാഗാലാൻഡും അരുണാചലും ഉൾപ്പെടെയുള്ളവ. അങ്ങനെ 7 സംസ്ഥാനങ്ങളിൽ നിന്ന് BJP ഭരിക്കുകയാണ്. 3 ഒറ്റയ്ക്ക്, 4 സഖ്യകക്ഷികളുടെ കൂടെ. അതായത് ഇന്ന് ഇവിടെ കേരളത്തിലെ ഈ ഇടതുപക്ഷ കോൺഗ്രസ് പാർട്ടികൾ ഇവർ നോർത്ത് ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒക്കെ ഇവിടുത്തെ ചില മൈനോറിറ്റീസിനെ പീഡിപ്പിക്കാൻ, ഒരു ഫിയർ സൈക്കോസിസ് ഉണ്ടാക്കാൻ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് നോർത്ത് ഈസ്റ്റിലെ ജനങ്ങൾ തന്നെ പൂർണ്ണമായിട്ടും തിരസ്കരിച്ച കാര്യമാണ്. ഇതിൽ സത്യാവസ്ഥയില്ല. ഇനി അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കില്ല. ഞാൻ പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. നിങ്ങളിന്ന് കാണിക്കുന്നത്, ഞാൻ ഇന്നലെ കോൺഗ്രസ് പാർട്ടീനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയിലെ ചില നെറുകെട്ട നേതാക്കൾ ഇന്ന് നിങ്ങളും ചില മാധ്യമപ്രവർത്തകരും അത് തന്നെയാണ് ചെയ്യുന്നത്. ഒരു കാര്യം ഇത് 3 ദിവസമായി ഒരു വാസ്തവവും ഇല്ല. ഞാൻ പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെയും നിങ്ങളൊരു ഇഷ്യൂ ഉണ്ടാക്കാൻ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നു. ഞാൻ ഈ നന്ദകുമാറും അതുപോലെ PJ കുര്യനെ പോലെ ഉള്ളവരുടെയൊക്കെ ക്രെഡിബിലിറ്റിയും അവരുടെ പാസ്റ്റ് ഹിസ്റ്ററിയും ഒക്കെ കേരള സമൂഹത്തിന് വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ പറയട്ടെ. പക്ഷേ അതേസമയം ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയിലെ ദേശീയ സെക്രട്ടറിയാണ്, ദേശീയ വക്താവാണ്. അങ്ങനെ ഒരു വ്യക്തി എതിരെ നിൽക്കുന്ന ശ്രീ ആൻ്റോ ആൻ്റണിയെക്കുറിച്ച് ഞാൻ വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ പറഞ്ഞു. 16 കോടിയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും 4 ബാങ്കുകളിൽ നിന്ന് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. പക്ഷേ നിങ്ങളാരും അവിടെ പോയി ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചോദ്യം ചോദിക്കുന്നത് ഞാൻ ഇല്ല, ചോദിച്ചില്ല. അതുപോലെ ഇല്ല, അത് നമ്മൾ ചെയ്തോളും. ഇപ്പോൾ അത് ചെയ്യും, അത് സമയത്ത് തന്നെ നടന്നോളും. അതുപോലെ ആലപ്പുഴയിൽ നിൽക്കുന്ന ശോഭാ സുരേന്ദ്രൻ KC വേണുഗോപാലിൻ്റെ 1000 കോടിയുടെ ബിനാമിയെ കുറിച്ച് പറഞ്ഞിരുന്നു. അതും നിങ്ങളാരും അവിടെ പോയി പറയുന്നതൊന്നും ഞാൻ കേൾക്കുന്നില്ല. ഇത് നിങ്ങൾക്കറിയാം. ഇത് ഇവിടെ ഞാൻ അതുപോലെ തിരുവനന്തപുരം, തൃശ്ശൂർ, ആലപ്പുഴ നിരവധി മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണ്, അവിടെ വിജയിക്കാൻ പോവുകയാണ്. അത് കാരണം ഇന്ന് കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയുടെ ചില നെറികെട്ട രാഷ്ട്രീയക്കാരും പിന്നെ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ചിലവരും ഇന്ന് ആവശ്യമില്ലാത്തൊരു വിഷയങ്ങളുണ്ടാക്കി നമ്മളെ തേജോവധം ചെയ്യാൻ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നടക്കില്ല. ഞാനിതിനെക്കുറിച്ച് പറയേണ്ട കാര്യങ്ങൾ 13 കൊല്ലം മുമ്പ്, ഇനിയിപ്പം അടുത്ത 15 ദിവസം ഞാനിവിടെ വികസനത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കുള്ളൂ. ഞാൻ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എന്ത് ചെയ്യാൻ പോകുന്നു, ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഞാൻ ചെയ്യാൻ പോകുന്ന വികസനം, ഇവിടെ കൊണ്ടുപോകാൻ പോകുന്ന അവസരങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. 15 വർഷം ശ്രീ ആൻ്റോ ആൻ്റണി ഇവിടെ MP ആണ്.
പക്ഷേ ഇവിടെ ഒരു ഇൻഡസ്ട്രിയൽ പാർക്കില്ല, ഇവിടെ ഒരു IT പാർക്കില്ല, ഇവിടെ ഒരു സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റർ ഇല്ല, ഇവിടെ ഒരു സെൻട്രൽ ഗവൺമെൻറ് PSUവിൻ്റെ ഏതെങ്കിലും ഒരു യൂണിറ്റ് ഇല്ല, ഇവിടെ ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഏതെങ്കിലും ഒരു യൂണിറ്റ് ഇല്ല. ശബരിമലയും പരിമല ദേവാലയവും അതുപോലെ മാരമൺ കൺവെൻഷനും ആറന്മുള വള്ളംകളിയും എല്ലാം നടക്കുന്ന ഒരു ലോകാത്തര നിലവാരമുള്ളൊരു റിലീജിയസ് കൾച്ചറൽ ഹബ്ബായി മാറാൻ പൊട്ടൻഷ്യലുള്ളൊരു സ്ഥലം ഇന്നും വളരെ ദയനീയ അവസ്ഥയിൽ ശബരിമലയിലേക്ക് പോലും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു 2-way റോഡ് മാത്രമുള്ള അതിൻ്റെ പൊട്ടൻഷ്യലിൻ്റെ 1/100th പോലും നടക്കാതെ നിൽക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ട് ആവാൻ സാധ്യതയുള്ള സ്ഥലം, ഇപ്പോൾ തിരുവല്ലയിലൊക്കെ വലിയൊരു ബയോമെഡിക്കൽ സെൻറ്റർ ആവാനുള്ള പൊട്ടൻഷ്യലുള്ളൊരു സ്ഥലം. ഈ നാടിനെ വികസിപ്പിക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അത് ഇതിനാണ് ശ്രീ നരേന്ദ്രമോദിജി, ലോകത്തിലെ തന്നെ ഏറ്റവും ജനസമ്മതനായ ശ്രീ നരേന്ദ്രമോദിജി എന്നെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. പക്ഷേ ഇന്ന് പരാജയ ഭീതി കാരണം കോൺഗ്രസും ഇടതുപക്ഷവും, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി, പ്രത്യേകിച്ച് ശ്രീ ആൻ്റവാനിനെയും PJ കുര്യനെ പോലെ ഉള്ളവർ ഇന്ന് പരാജയം കണ്ട് അവർ നെറികെട്ട രാഷ്ട്രീയം, അസംബന്ധമായ രാഷ്ട്രീയത്തിലേക്ക് അവർ പോകുന്നു. പക്ഷേ അനിൽ ആൻ്റണിക്ക് ആ നിലവാരത്തിലേക്ക് താഴാൻ താല്പര്യമില്ല. ആ നിലവാരത്തിലേക്കുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പിന്നെയും ചോദിക്കേണ്ട ആവശ്യവുമില്ല. ഞാൻ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അടുത്ത 15 ദിവസം വികസനത്തെക്കുറിച്ചും ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും മാത്രമേ ഞാൻ സംസാരിക്കത്തുള്ളൂ. മറ്റ് കാര്യങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കേസ് കൊടുക്കാം, അവർക്ക് എവിടെയെങ്കിലും പോയി അവർക്കും കാര്യം എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഇത് ഈ ശ്രീ PJ കുര്യനും മറ്റവരുമൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. അവർ അതിൻ്റെ നിയമ നടപടി സ്വീകരിക്കട്ടെ. ഇലക്ഷൻ കഴിയുമ്പോൾ ഞാനും സ്വീകരിക്കും. ആൻ്റവാനിക്കെതിരെ അങ്ങനെ ഉന്നയിച്ച ആരോപണത്തിന് ഞങ്ങൾ പ്രതികരണം തേടിയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രതികരണം, എനിക്കെതിരെ ഒരു കേസും എവിടെയും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെ നിരവധി പേർ ഒരുപാട് കംപ്ലയിൻറ്റുകൾ പല കോടതിയിലും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ രേഖകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതുമാത്രമല്ല അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ രേഖകൾ നിങ്ങൾക്ക് കൈമാറാം.